ഇലക്ഷൻ കമ്മീഷന്റെ കാരുണ്യം കൊണ്ടാണ് പലരും ജയിച്ചു കയറുന്നത് എന്ന ഗൗരവമേറിയ വെളിപ്പെടുത്തൽ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ മാധ്യമങ്ങൾക്ക് നടത്തിയ വാർത്തയുടെ ഇടയിൽ നാക്കുപിഴ എന്ന രീതിയിൽ വന്നിരുന്നു. പല നേതാക്കളും ഇത് തുറന്നു സമ്മതിക്കുന്നുണ്ട്. ജനങ്ങളല്ല യഥാർത്ഥത്തിൽ ഹീറോ ആകുന്നത് അവരുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്നുണ്ട്. ബീഹാറിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ഹരിയാനയിലായിക്കോട്ടെ, എല്ലായിടത്തും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ BJPയെ സഹായിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ BJP ചിത്രത്തിലേയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന ഏതൊരു സംസ്ഥാനത്തും BJP പിന്നിലാകുമെന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ജനങ്ങൾക്ക് BJPയെ ഇഷ്ടമല്ലെങ്കിലും BJP എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ വലിയ രീതിയിലുള്ള ടാപ്പറി നടത്തി തന്നെയാണ് അധികാരത്തിൽ BJPയെ കൊണ്ടുവരുന്നത് എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിയാണ് പറഞ്ഞത്. സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശിക്ഷിക്കാൻ അധികാരമില്ല. സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകളെ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയില്ല. നിർദ്ദിഷ്ട ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സകലമാന ഡാറ്റകളും, അതായത് ഡിജിറ്റൽ രേഖകൾ പൂർണ്ണമായി നശിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതായത് ഇന്ത്യയിൽ ഓരോരുത്തരുടെയും വോട്ട് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട MPമാർ ലോക്സഭയിൽ ചെന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകൾ തോന്നുംപടി നടപ്പിലാക്കാൻ, അതിനുവേണ്ടി ഉത്സാഹിച്ചു പ്രവർത്തിക്കാൻ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ശ്രമിക്കുന്നു. അവർക്ക് തുടർഭരണം ലഭിക്കാൻ ജനാധിപത്യ രീതിയിൽ ജനവിധി അവർക്ക് അനുകൂലമാകുമെന്ന് അവർക്കൊരിക്കലും വിശ്വാസമില്ല. 2011 നരേന്ദ്രമോദി വന്ന പോലെയല്ല 2019 വന്നത്. വ്യാപകമായ അട്ടിമറി ഉണ്ടായിരുന്നു എന്നുള്ളത് കണക്കുകൾ നിരത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. 2024 അത് വളരെ വ്യക്തമായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഈ രാജ്യത്തിന് അദ്ദേഹം തുറന്നു കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തെ കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അത് ജനത്തിനോട് വളരെ വ്യക്തമായി ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തിയെ കോമാളിയാക്കാനും വിഡ്ഢിയാക്കി ചിത്രീകരിക്കാനുമൊക്കെ നിങ്ങളുടെ ഗോദി മീഡിയകൾ വലിയ ശ്രമം നടത്തും. ആ ശ്രമങ്ങളൊന്നും ഏറെക്കാലം നിലനിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാവൂ. ജ്ഞാനേഷ് കുമാർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.